വിള എന്ന നിലയിലും കന്നുകാലി വളർത്തൽ ലാഭകരമാക്കാനുള്ള വഴിയെന്ന നിലയിലും തീറ്റപ്പുല്ലിന് വളരെയേറെ പ്രസക്തിയുണ്ട്. പശുപരിപാലനത്തിനും പാലുൽപാദനത്തിനും ഏറ്റവും ആവശ്യമായ ജീവകം എ, ധാതുക്കൾ എന്നിവ തീറ്റപ്പുല്ലിൽ കൂടുതൽ അളവിലുണ്ട്. പച്ചപ്പുല്ല് കറവമാടിന്റെ ഉൽപാദനക്ഷമതയും പ്രത്യുൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നു. ഇതൊക്കെ ക്ഷീരകർഷകരുടെ അനുഭവ പാഠങ്ങളാണ്. ഈ അനുഭവ പാഠങ്ങൾ ഹൃദ്യസ്ഥമാക്കിയ ക്ഷീരകർഷകനാണ് ഇദ്ദേഹം. മനേക്കര ഇടത്തട്ടത്താഴ ഭാസ്കരൻ. പശുക്കൾ വളർത്തലിൽ പ്രധാന ഘടകം പുൽകൃഷി തന്നെയാണ്. പുൽകൃഷിയാണ് പ്രധാന ഘടകം. പുൽകൃഷി ചെയ്ത് പച്ചപ്പുല്ല് കൊടുക്കുന്ന പശുക്കൾക്ക് പൊതുവെ താരതമ്യേന അസുഖവും പിന്നെ കുറവായിരിക്കും. പിന്നെ പാലുൽപാദനം നല്ല ഉയർന്ന പാലുൽപാദനം കിട്ടും. അത് പച്ചപ്പുൽ കൃഷിയിൽ മാത്രമേ സംഭവിക്കാൻ കഴിയൂ. പിന്നെ CO3 എന്ന് പറഞ്ഞ പുല്ലിൽ നല്ല പോഷകഘടകങ്ങൾ അടങ്ങിയ പുല്ലാണ്. നമ്മൾ നാടൻ പുല്ലിനെ അപേക്ഷിച്ച് നല്ല പോഷകഘടകം, പിന്നെ പശു നല്ല ആരോഗ്യം ഉണ്ടാവും. പശു വളർത്തുന്ന പിന്നെ തീർച്ചയായും പുൽകൃഷി നടത്തണം എൻ്റെ അഭിപ്രായം. തുടക്കം പച്ചപ്പുൽ കൃഷിയിൽ തക്കതായ സാമ്പത്തിക സാങ്കേതിക സഹായം ഗവൺമെന്റ് തലത്തിൽ നിന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ക്ഷീരവികസന വകുപ്പിന്റെയും കൃഷി വകുപ്പിന്റെയും മികച്ച സഹായ സഹകരണങ്ങൾ ശ്രീ ഭാസ്കരന് ക്ഷീരമേഖലയിൽ നിലനിൽക്കാൻ പ്രേരകമാക്കി. കൂത്തുപറമ്പ് ബ്ലോക്കിലെ മനേക്കര സൊസൈറ്റിയിൽ പാലളക്കുന്ന ക്ഷീരകർഷകനാണ് ഭാസ്കരേട്ടൻ. ഭാസ്കരേട്ടന് 50 സെന്റോളം തീറ്റപ്പുൽ കൃഷിയുണ്ട്. അത് തന്നെ വളരെ ശാസ്ത്രീയമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഈ വർഷം ക്ഷീരവികസന വകുപ്പിൽ നിന്ന് 50 സെന്റിനുള്ള പുൽകൃഷിക്കുള്ള സബ്സിഡിയും നമ്മൾ നൽകിയിട്ടുണ്ട്. CO3 ഇനത്തിൽപ്പെട്ട ഈ പുല്ലിനം കേരളത്തിലെ മണ്ണിനും കാലാവസ്ഥയ്ക്കും ഏറ്റവും അനുയോജ്യമാണ്. ഇതിന് പ്രത്യേകം സ്ഥലത്തിന്റെ ആവശ്യമില്ല. തെങ്ങിൻ തോപ്പുകളിൽ ഇടവിളയായും വിളവെടുത്ത നെൽപ്പാടങ്ങളിലും അതിരുകളിലും കയ്യാലകളിലും വരമ്പത്തും തരിശുഭൂമിയിലുമെല്ലാം നടാം. കാലവർഷാരംഭത്തിലും മണ്ണിൽ ഈർപ്പമുള്ളപ്പോഴും നനയ്ക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഏതു സമയത്തും തീറ്റപ്പുല്ല് കൃഷി ചെയ്യാമെങ്കിലും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൃഷി ആരംഭിക്കുന്നതാണ് നല്ലത് എന്നാണ് ഭാസ്കരേട്ടന്റെ അഭിപ്രായം. 3 മുട്ട് വീതമുള്ള തണ്ടുകളോ മുൻവിളയിൽ നിന്ന് പിരിച്ചെടുത്ത വേരുകളോ ചിനപ്പുകളോ വേരോടുകൂടിയ ചുവടുകളോ ആണ് ഇദ്ദേഹം നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. സൂര്യപ്രകാശം ലഭിക്കുന്ന വെള്ളം കെട്ടിക്കിടക്കാത്ത സ്ഥലം തിരഞ്ഞെടുത്ത് കിളച്ച് മണ്ണിളക്കി കളകൾ നീക്കം ചെയ്ത് മണ്ണു പാകപ്പെടുത്തി ജൈവവളം ചേർത്ത് നടീൽ വസ്തുക്കൾ 3 അടി അകലത്തിലാണ് നടുന്നത്. 50 സെന്റിൽ 3500 വരെ നടാം. ഈ പച്ചപ്പുൽ കൃഷിക്ക് ഭാസ്കരേട്ടൻ പ്രത്യേകിച്ച് വളപ്രയോഗം നടത്താറില്ല. പശുവിന്റെ മൂത്രവും തൊഴുത്ത് കഴുകിയ വെള്ളവും ചാണകവും പൈപ്പ് വഴി ഇതിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുക. മഴക്കാലത്ത് നീർവാർച്ചയ്ക്ക് സൗകര്യമൊരുക്കാനും വേനൽക്കാലത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം ജലസേചനം നൽകാനും മറക്കാറില്ല. അങ്ങനെ ശാസ്ത്രീയമായി പച്ചപ്പുൽ കൃഷി ചെയ്യുന്നതിനാൽ പ്രതീക്ഷിക്കാത്ത വളർച്ചയാണ് ഈ പച്ചപ്പുല്ലിന്. 70 ദിവസമാകുമ്പോഴേക്കും വിളവെടുക്കാൻ കഴിയും. പിന്നെ പശുവിന് ആവശ്യത്തിന് വിളവെടുത്ത് നൽകാനും കഴിയാറുണ്ട്. തറനിരപ്പിൽ നിന്നും 15 സെന്റിമീറ്റർ മുകളിൽ നിന്ന് മുറിച്ചെടുത്ത ശേഷം ചാണകവും ഗോമൂത്രവും തളിച്ചു കൊടുക്കാനും ഇദ്ദേഹം പ്രത്യേകം ശ്രദ്ധ കൊടുക്കാറുണ്ട്. ശാസ്ത്രീയമായ രീതിയിൽ പച്ചപ്പുൽ കൃഷി ചെയ്യുന്നതിനാൽ ഭാസ്കരേട്ടന്റെ ഈ പശുക്കൾക്ക് വർഷം മുഴുവൻ പച്ചപ്പുൽ ലഭിക്കുകയും അവ പ്രത്യുപകാരം എന്നോണം ധാരാളം പാൽ നൽകുകയും ചെയ്യുന്നു. അങ്ങനെ പച്ചപ്പുൽ കൃഷിയും പശു വളർത്തലും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ മികച്ച ലാഭമാണ് ഭാസ്കരേട്ടൻ ആർജിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പച്ചപ്പുൽ കൃഷി എല്ലാ കർഷകരും മാതൃകയാക്കിയാൽ ക്ഷീരമേഖല ലാഭത്തിലെത്തിക്കാൻ കഴിയും എന്ന് ഉറപ്പാണ്.